അപ്പോൾ ഒന്ന് നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട് മീനിനെ പാക്ക് ചെയ്യാൻ. നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഫിഷ് ഫാമിലോട്ട് പോകുന്ന വഴി. ഇതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ മീനിനെ വളർത്തുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫിഷ് ഫാം. ഇപ്പോൾ മീനിനെയൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പുറത്തുള്ളത് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കും അതേമാതിരി ഒരു ഏജ് ആയി കഴിഞ്ഞ് കുറച്ച് മാറ്റിയറിനായിട്ടുള്ള ടാങ്കുകളാണ്. ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ ബ്രൂഡ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തുടങ്ങുകയാണ് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ജൊല്ലിനെയാണ് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബ്രൂഡ് സ്റ്റോക്ക് അതേമാതിരി ഗപ്പീസ് കാര്യങ്ങളെല്ലാം മാറ്റിയിടുന്നതാണ് നമ്മുടെ. അപ്പോൾ ഇതിൽ ഏഞ്ചൽ അതേമാതിരി എല്ലാ മീനും നമ്മുടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ മീനുകളെല്ലാം പാക്ക് ചെയ്യുന്നത് സാഗർ എന്ന് പറയുന്ന പുള്ളി നമുക്ക് ഓർഡർ തന്നുണ്ട്. സാഗർ ഫിഷ് ഫാം പെരിയാരത്തുള്ളതാണ്. അപ്പോൾ പുള്ളിക്ക് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ മൊസൈക്കാണ്, പിന്നെ അത് യെല്ലോ മൊസൈക്ക് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ യെല്ലോ മൊസൈക്കാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം രണ്ട് ബ്രൂഡ് സ്റ്റോക്കായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പുറത്തുള്ളത് നമ്മുടെ ഫുൾ റെഡാണ്. ഫുൾ റെഡിൻ്റെ നമ്മുടെ ആകെ ഒരു ബ്രൂഡ് സ്റ്റോക്കേജ് ഉള്ളൂ. പിന്നെ അതിൽ മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ചെയ്ത് തരുന്നതാണ് ഇപ്പോഴത്തെ 2 ടാങ്ക്. ഇത് മീനിൻ്റെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെറിയ മീനുകളാണ്, അവർ ഏജായത് പിടിച്ച് മാറ്റിയിരുന്നതാണ്. ഇപ്പുറത്ത് നമ്മുടെ ഗ്രീൻ ടെററും അതേമാതിരി ജൊല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ നമ്മുടെ ക്രൈഫിഷ് ഷെല്ല് വിളിച്ചിട്ടുണ്ട് അപ്പുറത്ത്. അത് വിവിധ മീനിനത് പാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ യെല്ലോ മൊസൈക്കിന് പിടിച്ചിടാനാണ് പറഞ്ഞത്. യെല്ലോ മൊസൈക്കിനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ളൊരു 15 പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 15 മെയിൽസിന് നമ്മൾ മാറ്റിയിട്ടുണ്ട് യെല്ലോ മൊസൈക്കിൽ. അടുത്ത് പ്ലാറ്റിനം റെഡിനെ പാക്ക് ചെയ്തു. ഇതിപ്പോൾ പ്ലാറ്റിനം റെഡിൻ്റെ മെയിൽസാണ്. പ്ലാറ്റിനം റെഡിൻ്റെ മെയിൽസിനൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലുപ്പം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ചില ഫാമേഴ്സ് നമ്മുടെ പരാതി പറയാറുണ്ട്. കാരണം മിക്കവാറെല്ലാണ്ടും പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് പുള്ളി പറഞ്ഞത് 3 വെറൈറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ 3 വെറൈറ്റി നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കണം. ആർക്കും മീനും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ആൾക്കാരുടെ ഡെലിവറി ഉണ്ട്.